Hello everyone, welcome back to my channel. Today we'll be discussing the topics types of consumer behavior and consumer decision making process. Types of consumer behavior. So before explaining the types, what exactly is a consumer's buying decision? A consumer's buying decision depends on the type of products that they need to buy. കൺസ്യൂമറിന്റെ ബൈങ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, a behavior of a consumer while buying a coffee is a lot different from while buying a car. അല്ലേ? അപ്പൊ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനനുസരിച്ച് നമ്മുടെ ബൈയിങ് ബിഹേവിയറും മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ്? കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ is determined by the level of involvement that a consumer shows towards a purchase decision. And the amount of risk involved in a purchase also determines the buying behavior. So, പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ആണ്. നമ്മൾ എത്രമാത്രം ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളത്. അത് നമ്മുടെ എമൗണ്ട് ഓഫ് റിസ്കിനെ ആശ്രയിച്ചിരിക്കും. ലൈക്ക് ഇപ്പം high priced goods tend to have a high risk, thereby seeking higher involvement in buying decisions. നമ്മളൊരു ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹൈ റിസ്ക്കും കൂടെ ഉണ്ടാവും അല്ലേ? ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിനോട് ഹൈ റിസ്ക്കും ഉണ്ടാവും. അപ്പം നമ്മുടെ ഇൻവോൾവ്മെന്റും അതിനനുസരിച്ച് തന്നെ ഹയർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് കൺസ്യൂമർ ബേസിക് കോൺസെപ്റ്റ് റിഗാർഡിംഗ് കൺസ്യൂമർ buying decision എന്ന് പറയുന്നത്. Now we'll go to the types of consumer behavior. So basically there are 4 types of consumer buying behavior: complex buying behavior, dissonance reducing buying behavior, habitual buying behavior, variety seeking behavior. Complex buying behavior. Complex buying behavior is encountered particularly when consumers are buying an expensive product. Consumer behaves very differently when buying an expensive product or a product that is unfamiliar to them. And consumers are highly involved in such purchase decision. When the risk of buying a product is very high, a consumer consults friends, family and experts before making the decision. സോ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ളതും അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ഉണ്ടാവുന്നതാണ് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ എക്സ്പെൻസീവ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ റിസ്ക് ആണ്. ഹൈ റിസ്ക് ആണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ സൈഡിൽ നിന്ന് എന്താണ്? വെരി ഹൈ ഇൻവോൾവ്മെന്റ് ഇൻ പർച്ചേസ് ഡെസിഷൻ ആയിരിക്കും. എങ്ങനെയാണ് ഇൻവോൾവ്മെന്റ്? കൺസ്യൂമർ വിൽ ബി കൺസൾട്ടിങ് ഹിസ് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് എക്സ്പെർട്സ് ബിഫോർ മേക്കിംഗ് the decision. അതായത് consumers will be researching thoroughly before committing to invest. അപ്പം അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴുള്ള ആ ഒരു ബിഹേവിയറിനാണ് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബൈയിങ് എ കാർ ഫോർ എ ഫസ്റ്റ് ടൈം, വെരി എക്സ്പെൻസീവ്, ഹൈ റിസ്ക് ആണ്. അപ്പോൾ ആ ഒരു ഹൈ ഇൻവോൾവ്മെന്റും കൺസ്യൂമർ കാണിക്കും. അപ്പൊ അത്തരത്തിൽ വരുന്ന ആ ബിഹേവിയർ ആണ് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ. Dissonance reducing buying behavior. In dissonance reducing buying behavior, consumer involvement is very high. This might be due to the high prices and infrequent purchases. In addition, there is low availability of choices with fewer significant differences among brands. സോ ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയറിൽ നമ്മൾ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആണ്, ഹൈ റിസ്ക് ആൻഡ് കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് ഇസ് വെരി ഹൈ. ജസ്റ്റ് ദ സെയിം ആസ് ഇൻ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ. നമ്മളിപ്പോൾ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ നോക്കി, അപ്പോൾ അതിലാണെങ്കിലും എക്സ്പെൻസീവ് പ്രോഡക്റ്റും ഹൈ റിസ്ക് ഇൻവോൾവ് ആണ്, കൺസ്യൂമർ ഇൻവോൾവ്മെന്റും വെരി ഹൈ എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയറിലാണെങ്കിൽ there is low availability of choices with fewer significant differences among brands. നമുക്ക് ചോയ്സ്, കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ ചോയ്സസ് വളരെ കുറവായിരിക്കും. കാരണം എല്ലാ ബ്രാൻഡ്സും ഓൾമോസ്റ്റ് മോറോലെസ് സെയിം ഫീച്ചേഴ്സും ഓഫേഴ്സും ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ആണെങ്കിലും
ക്വാളിറ്റി ആണെങ്കിലും എല്ലാം തമ്മിൽ ചെറിയ ഡിഫറൻസസേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ബ്രാൻഡുകൾ തമ്മിൽ ഡിഫറൻസസ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ചോയ്സും കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബിഹേവിയർ ആണ് ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ. അപ്പം എന്ത് ഡിസിഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു സിനാരിയോയിൽ കസ്റ്റമർ ചൂസ് ചെയ്യുക? ഇൻ ദിസ് ടൈപ്പ് കൺസ്യൂമർ ബൈസ് എ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈസിലി അവൈലബിൾ, റെഡിലി അവൈലബിൾ, ഈസിലി കൺവീനിയൻസ് നോക്കിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ കസ്റ്റമർ ഒരു ബൈയിങ് ഡെസിഷൻ എടുക്കുക. സോ ഇതാണ് ഡിസണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ. Now, habitual buying behavior. Habitual buying behavior is depicted when a consumer has low involvement in a purchase decision. In this case, the consumer is perceiving only a few significant differences between brands. Habitual buying behavior എന്ന് പറയുന്ന സിനാരിയോ എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ സൈഡിൽ നിന്ന് വളരെ ലോ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. അതിന്റെ പ്രോഡക്റ്റ് ഒരു ഇൻഎക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ ബ്രാൻഡ് തമ്മിൽ ഡിഫറൻസസും വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിലാണ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ വരുന്നത്. അപ്പം ഇത് എങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ്? റുട്ടീൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. ദാറ്റ് ഇസ് വെൻ കൺസ്യൂമേഴ്സ് ആർ ബൈയിങ് പ്രോഡക്ട്സ് ദാറ്റ് ദേ യൂസ് ഫോർ ദെയർ ഡെയിലി റുട്ടീൻ, ദേ ഡു നോട്ട് പുട്ട് എ ലോട്ട് ഓഫ് തോട്ട്. അല്ലെ, നമ്മൾ എന്നും വാങ്ങുന്ന പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ഒന്നും റിസർച്ച് ചെയ്തിട്ടായിരിക്കത്തില്ല, അധികം ഒന്നും ഇൻവോൾവ് ആയിരിക്കത്തില്ല അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും? ദേ ഐദർ ബൈ ദെയർ ഫേവറേറ്റ് ബ്രാൻഡ് ഓർ ദ വൺ ദാറ്റ് ദേ യൂസ് റെഗുലർലി or the one available in the store or the one that cost least. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മളൊരു ബൈയിങ് ഡിസിഷൻ എടുക്കുക. നമ്മൾ അധികം തോട്ട് പ്രോസസ്, വലിയ റിസർച്ച് ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ല. സോ ഇത്തരത്തിലുള്ള ബൈയിങ് ബിഹേവിയർ ആണ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. Now, fourth one is variety seeking buying behavior. In a variety seeking consumer behavior, consumer involvement is low. There are significant differences between brands. Here, consumers often do a lot of brand switching. So, variety seeking consumer behavior എന്ന് പറയുമ്പോൾ ബ്രാൻഡ്സ് തമ്മിലുള്ള ഡിഫറൻസസ് വളരെ കൂടുതലാണ്. അപ്പം കൺസ്യൂമേഴ്സിന് ഒരുപാട് ബ്രാൻഡ് സ്വിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദെയർ ഇൻവോൾവ്മെന്റ് ഇസ് വെരി ലോ. ആൻഡ് ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ലോട്ട് ഓഫ് ബ്രാൻഡ് സ്വിച്ചിങ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? The cost of switching products is very low and consumers can try out something new every time. Okay, അപ്പോൾ കൺസ്യൂമേഴ്സിന് പുതിയ പുതിയ പ്രോഡക്ട്സ് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഒരു ബ്രാൻഡിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു ബ്രാൻഡിലോട്ട് പോകുന്നത് ആ ബ്രാൻഡിനോട് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കത്തില്ല. കൺസ്യൂമേഴ്സ് ഹിയർ generally buy different products not because of dissatisfaction but mainly with an urge to seek variety. അപ്പം ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡം അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണം എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം സ്വിച്ച് ചെയ്ത് വേറെ ബ്രാൻഡിലോട്ട് പോകുന്നത്, അല്ലാതെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ആയിരിക്കത്തില്ല കാരണം. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ബിഹേവിയർ, അതായത് അത് വരുന്ന എപ്പോഴാണ്? കൺസ്യൂമർ ഇൻവോൾവ്മെന്റ് വളരെ ലോ ആണ്, ബ്രാൻഡുകൾ തമ്മിലുള്ള ഡിഫറൻസസ് വളരെ ഹൈ ആണ്. അപ്പൊ കസ്റ്റമേഴ്സിന് വളരെ ചൂസി ആകാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് the 4 types of buying behavior. Next is consumer decision making process. So the journey we go through before purchasing is known as buyer decision process. Sometimes we make a quick decision before buying something, but sometimes we take months trying to make the right purchase decision. The buyer decision process is a 5-step process. It is a process through which consumers decide if they want to purchase or not. The buyer decision process extends from pre-purchase to post-purchase stages. The consumer decision making process എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഒരു purchase decision എടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ ഒരു പ്രോസസ്സിനെയാണ് കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അത് ചിലപ്പം വളരെ ഒരു ക്വിക്ക് ഡിസിഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇപ്പം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസ്ക് കൂടിയ ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ടേക്ക് മന്ത്സ് ഫോർ ടേക്കിംഗ് എ പർച്ചേസ് ഡെസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പർച്ചേസ് ഡെസിഷൻ നമ്മൾ ഒരു 5-step പ്രോസസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു 5-step പ്രോസസ്സിലൂടെയാണ് കസ്റ്റമേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ ദേ നീഡ് ടു ബൈ എ പ്രോഡക്റ്റ് ഓർ
നോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് രണ്ട് ഒരു കാറ്റഗറിയാണ്. ഒന്ന് പ്രീ പർച്ചേസ് സ്റ്റേജും ഉണ്ട്, പോസ്റ്റ് പർച്ചേസ് സ്റ്റേജും ഉണ്ട്. ഓൾ ടുഗെദർ ഇറ്റ് ഇസ് എ 5-step പ്രോസസ് ആണ്. അപ്പം എന്തൊക്കെയാണ് ആ 5-step കസ്റ്റമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് നോക്കാം. So these are the 5 basic steps of consumer decision making process. First one, problem recognition. Second one, information search. Third one, alternatives evaluation. Then purchase decision, post purchase evaluation. So stage 1 is problem or need recognition. It is the first stage of the buying process where the consumer recognizes a problem or a requirement that needs to be fulfilled. The requirements can be generated either by internal stimuli or external stimuli. First stage എന്ന് പറയുന്നത് ഒരു recognition stage ആണ്. Recognition of a problem or a need. That is, there is a problem that needs to be solved or a requirement that needs to be fulfilled. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ നീഡ് റെക്കഗ്നിഷൻ ക്യാൻ ബി പ്രോംപ്റ്റഡ് ഇന്റേർണലി ഓർ എക്സ്റ്റേർണലി. ഇറ്റ് ക്യാൻ ബി ആൻ ഇന്റേർണൽ സ്റ്റിമുലൈ ഓർ ആൻ എക്സ്റ്റേർണൽ സ്റ്റിമുലൈ. അപ്പം എന്ത് തന്നെ ആയാലും ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ സെയിം റെസ്പോൺസ്. എന്താ? a want. Okay, so once consumers recognize a want, they need to gather information to understand how they can fulfill that want, and which leads to stage 2. The stage 1 എന്ന് പറയുന്നത് ഒരു നീഡ് ഓർ പ്രോബ്ലം റെക്കഗ്നിഷൻ ആണ്. അപ്പം അത് റെക്കഗ്നൈസ്ഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാം എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഗോസ് ടു സ്റ്റേജ് 2. Stage 2 is information search. In this stage, the consumer seeks more information. The consumer may have keen attention or may go into active information search. The consumer obtaining information from different sources എന്നുള്ളതാണ് second stage എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ sources? First one, personal sources like friends, family, neighbors, acquaintances. And second one, industrial sources like advertising, salespeople, dealers. Then public sources like mass media. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സോഴ്സസ് നിന്ന് മാക്സിമം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേജ് 2. Stage 3 is evaluation of alternatives. In this stage, the consumer uses information to evaluate alternative brands from different alternatives. How consumers go about evaluating purchase alternatives depends on the individual consumer and the specific buying situation. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, നമ്മളെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇവാലുവേഷൻ ആണ് നമ്മൾ സ്റ്റേജ് 3 എന്ന് പറയുന്നത്. അപ്പം ഇത് എത്ര നന്നായിട്ട് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ പർച്ചേസ് ഡെസിഷനിലോട്ട് പോകുന്നത്. അപ്പം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കൺസ്യൂമേഴ്സ് ചിലപ്പം ദേ യൂസ് സം ലോജിക്കൽ തിങ്കിങ് ഓർ ദേ റിലൈ ഓൺ ദെയർ ഇൻറ്റ്യൂഷൻ, or sometimes they depend upon their friends, relatives or salespersons for doing this alternative. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും അവർ ഈ ഒരു ഇവാലുവേഷൻ നടത്തുന്നത്. Stage 4 is purchase decision. In this stage, the consumer actually buys the product. അപ്പം സ്റ്റേജ് 4 നമ്മൾ സ്റ്റേജ് 3 നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ കൺസ്യൂമറിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് അതിവിടെ സെലക്ട് ചെയ്യുന്നു. അതാണ് പർച്ചേസ് ഡെസിഷൻ ആയിട്ട് മാറുന്നത് സ്റ്റേജ് 4. Now stage 5 is post-purchase behavior. In this stage, the consumers take further steps after purchase based on their satisfaction and dissatisfaction. The satisfaction and dissatisfaction depend on the relationship between the consumer's expectations and the product's performance. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് പർച്ചേസ് ഡെസിഷൻ എടുത്തു, നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഉള്ള ബിഹേവിയർ ആണ് പോസ്റ്റ് പർച്ചേസ്ഡ് ബിഹേവിയർ. അതായത് കസ്റ്റമർ ബൈയിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം എടുക്കുന്ന ഫർദർ സ്റ്റെപ്സ് ആൻഡ് ഇറ്റ് വിൽ ബി ബേസ്ഡ് അപ്പോൺ അവർ ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം അതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുവാണ് കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പെക്ടേഷനും
പ്രോഡക്റ്റിന്റെ എക്സ്പെക്ടേഷൻസും പ്രോഡക്റ്റിന്റെ പെർഫോമൻസും വെച്ചിട്ടാണ് സാറ്റിസ്ഫൈഡ് ആണോ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്ന് പറയുന്നത്. If a product is short of expectations, the consumer is disappointed. On the other hand, if it meets their expectations, consumer is satisfied. And if it exceeds their expectations, consumer is delighted. എക്സ്പെക്ടേഷൻസ് മാച്ച് ആവുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. എക്സ്പെക്ടേഷൻസിൽ നിന്ന് ഒരുപാട് എക്സീഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസ്യൂമർ ഡിലൈറ്റ് ഉണ്ടാവുന്നു. ഓക്കെ, ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ദ കൺസ്യൂമർ മേ ഗോ ഇൻ ഫോർ അനദർ ബ്രാൻഡ് നെക്സ്റ്റ് ടൈം വെൻ ഹി ഈസ് ഔട്ട് ടു ബൈ. ഓക്കെ, സോ ഇതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ദ 5 സ്റ്റെപ്സ് ഇൻ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.